നമസ്കാരം. ഈ വർഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുകയാണ്. അഹിംസയും സത്യാഗ്രഹവും കൊണ്ട് വലിയൊരു സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഒരു ചരിത്രം ഒരുപക്ഷെ മറ്റൊരു രാജ്യങ്ങൾക്കും ഇല്ലാത്ത പോലെ അവകാശപ്പെടാനുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. ഈ സമരാഹ്വാനം ഏറ്റുവാങ്ങി മുന്നോട്ട് വന്ന് അടുത്ത തലമുറകളുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ത്യജിച്ച അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ധീര ദേശാഭിമാനികളുടെ ചരിത്രം കൂടിയാണത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ, വ്യക്തികൾ ഇവരുടെ എല്ലാവരുടെയും ഒരു പുനർനിർമ്മാണം, ഓർമ്മപ്പെടുത്തലാണ് ഈ 75 വർഷത്തെ ഈ ഒരു ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമൃത ഉത്സവമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സ്ഥാപനങ്ങളും കൈകോർത്താണ് ഈ ഒരു ആഘോഷം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നിർവഹിച്ചിരിക്കുന്നത്. മാർച്ച് 12 തുടങ്ങി ഏകദേശം 75 ആഴ്ചകളിലായിട്ട് സ്വാതന്ത്ര്യ ലബ്ധിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും സ്ഥാപനങ്ങളും എല്ലാം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ആഘോഷത്തിൻ്റെ ഉദ്ദേശം. തൃശ്ശൂരിനും ചെറുതല്ലാത്തതായ ഒരു പങ്കുണ്ട് അവിടെ. 1946 ഐക്യ കേരളത്തിനുള്ള ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമ്മേളനവും അതിനകത്ത് മലയാളം സംസാരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൂടിച്ചേർത്ത് ഐക്യ കേരളമാക്കണം എന്നുള്ള പ്രമേയവും എല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ പൊന്തൂവലുകളായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മണികണ്ഠനാലും വിദ്യാർത്ഥി കോർണറും ലേബർ കോർണറും ഒക്കെ ആയി നമ്മുടെ തേക്കിൻകാട് മൈതാനവും ഇതിനകത്ത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ സ്ഥലങ്ങളിലൂടെയുള്ള തൃശ്ശൂരിൻ്റെ തേക്കിൻകാട് മൈതാനം പൂരപ്രേമികൾക്ക് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തോളം പോകുന്ന ദീർഘമായ ചരിത്രത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങളുടെ കേന്ദ്രമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് തെക്കോട്ടെഴുന്നള്ളിപ്പിൻ്റെയും കുടമാറ്റത്തിൻ്റെയും കേന്ദ്രമായ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഇരുവശവും നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ജനതയാഗം നടത്തിയ സമുജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേജുകളിൽ എഴുതപ്പെട്ട ഊഷ്മളമായ അധ്യായങ്ങളാണ് എന്ന് പുതിയ കാലം ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി ഒരു ജനതയാഗം നടത്തിയ സമരത്തിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ നേരോടെ നയിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മഹാത്മാഗാന്ധി ഒന്നല്ല 3 തവണകളിലാണ് ഈ തേക്കിൻകാട് മൈതാനത്തിൽ വിപുലമായ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഈ നാട്ടിലെ ജനങ്ങളോട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം മുഴക്കിയത്. നമ്മൾ എല്ലാം നിൽക്കുന്ന ഈ വേദിയുടെ തൊട്ടുപിറകിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റുവിൻ്റെ പ്രസംഗം കൊണ്ട് അടയാളപ്പെടുത്തിയ നെഹ്റു മണ്ഡപം നിൽക്കുന്നതെങ്കിൽ ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നിരവധി വിളിപ്പേരുകളുണ്ട്. 1936 ഒരുപക്ഷെ കേരളം ലേബർ ബ്രദർഹുഡ് എന്ന പുതിയ ഒരു ചിത്രത്തെ പരിചയപ്പെടുത്തുന്നത്, പുതിയൊരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂരിലെ പീഡിക തൊഴിലാളികൾക്കിടയിൽ നിന്നാണ്. 1936 മെയ് ദിന റാലിയോടുകൂടിയാണ് 7 പേർ പങ്കെടുത്ത മെയ് ദിന റാലി ഈ തെക്കേ ഗോപുരനടയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട്ടിലെ തൊഴിലാളികളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മഹത്തായ പ്രഖ്യാപനം നടന്നത്. അതുകൊണ്ടാണ് ഈ മൈതാനത്തെ ലേബർ കോർണർ എന്ന പേരിൽ ഈ മൈതാനത്തിൻ്റെ ഒരു കേന്ദ്രത്തെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം ഒട്ടേറെ ഉൾക്കൊണ്ട ഒരു പട്ടണമാണ് തൃശ്ശൂർ പട്ടണം. പ്രത്യേകിച്ചും നമ്മുടെ തേക്കിൻകാടും വിദ്യാർത്ഥി കോർണറും അതുപോലെ തന്നെ പിന്നീട് നെഹ്റു മണ്ഡപമായി മാറിയ നെഹ്റു മണ്ഡപവും ഒക്കെ തന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാർ അവരുടെ അടിമ രാജ്യമായി വെച്ചു. അടിമത്ത സമാനമായ ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് പൊരുതി മരിക്കുക എന്നുള്ള സന്ദേശം പോലും ആ സന്ദർഭത്തിൽ ഉയർന്നു വരികയുണ്ടായി. അങ്ങനെ ദേശീയ പ്രക്ഷോഭം ശക്തമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നപ്പോൾ അതിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കാൻ നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുക. ആ ദേശീയ സമര പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ദേശീയ നേതാക്കൾ തന്നെ ഈ തൃശ്ശൂരിൽ നിന്നും ഉയർന്നു വന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഹൃദയഭൂമിയിൽ
സ്ഥിതി ചെയ്യുന്ന തേക്കിൻകാട് മൈതാനം ഒരുപാട് സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ്. പൂരം, അതിനോടനുബന്ധിച്ചുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഉൾക്കൊള്ളുന്ന പൗരാവലി, അതൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് അരങ്ങേറുന്ന പൂര നഗരിയിൽ തന്നെയാണ് ധീരദേശാഭിമാനികളായ ആയിരക്കണക്കിന് മനുഷ്യർ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികളിൽ പങ്കുകൊണ്ടിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരകാലമാണ്. വളരെ ആവേശമുണ്ടായിരുന്ന കാലമായിരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥി നേതാക്കന്മാരിൽ വളരെ പ്രധാനികളായുള്ള ആളുകളുണ്ടായിരുന്നു. അതിലൊന്ന് പറയേണ്ട 1-2 ആളുകൾ, ഒന്ന് CM സ്റ്റീഫനാണ്. പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ മന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രി തന്നെയായ CM സ്റ്റീഫൻ അന്നിവിടെ ഞങ്ങളുടെ സഹപാഠിയായിരുന്നു. അപ്പോൾ CM സ്റ്റീഫനായിരുന്നു നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാൾ. വേറെയും തൃശ്ശൂർക്കാരനായുള്ള C ജനാർദ്ദനൻ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം CPIയിൽ വലിയ നേതാവായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിരുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കൂടി ഉള്ള ഒരു സംഘടനയായിരുന്നു ഞങ്ങൾ വിദ്യാർത്ഥികളുടെ. ഞാൻ ഉണ്ടായിരുന്നു അതിൽ. TK കൃഷ്ണൻ MLA ആയിട്ട് 2 തവണ കുന്നംകുളത്ത് നിന്ന് ഇലക്ഷൻ ജയിച്ച ആളാണ്. ഞങ്ങളുടെ ഈ സംഘടനകളൊക്കെ കൂടി ഈ പടിഞ്ഞാറ് തലയ്ക്കിൽ വൈകുന്നേരമായാൽ കൂടുക എന്നുള്ളൊരു പതിവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു അഭിപ്രായം തോന്നി, എന്തുകൊണ്ട് ഈ പടിഞ്ഞാറ് തലയ്ക്കിൽ ഇന്നത്തെ വിദ്യാർത്ഥി കോർണറിന് പേരിട്ട് നമ്മുടെ മീറ്റിങ്സൊക്കെ അവിടെ വെച്ച് നടത്തിയെന്താണ്. അപ്പോൾ അന്ന് ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന അദ്ദേഹത്തോട് പോയി പറഞ്ഞു, അദ്ദേഹം എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഉപദ്രവമൊന്നും ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷം മീറ്റിങ്സൊക്കെ ഞങ്ങൾ കൂടിയിരുന്ന് അവിടെ വെച്ചാണ്. ആ കോർണറിൽ ഞങ്ങളതിന് വിദ്യാർത്ഥി കോർണറിന് പേരിട്ട് മീറ്റിങ്സ് ഉണ്ടെങ്കിൽ, അന്നൊക്കെ ചെറിയ മീറ്റിങ്ങാണ് ആദ്യകാലത്ത് യോഗങ്ങൾ കൂടാറുള്ളത് അവിടെയാണ്. അങ്ങനെയാണ് അത് യഥാർത്ഥത്തിൽ ആ പേര് വന്നത് തന്നെ. അപ്പോൾ അന്ന് യുദ്ധകാലമാണ്. കോൺഗ്രസ്സൊക്കെ ദേശീയ പ്രസ്ഥാനം വളരെ ശക്തിയായിട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തിരുന്ന കാലമാണ്. ആ കാലത്ത് ആണ് ആ പ്രസ്ഥാനം ഉണ്ടായത്. അപ്പം അതിന് മുമ്പേ തൃശ്ശൂർ ധാരാളം ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ യോഗങ്ങളുണ്ടായിരുന്നു, ദേശീയ പ്രസ്ഥാനങ്ങൾ, മറ്റ് യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും, നെഹ്റു വന്നിട്ടുണ്ട്, ഗാന്ധി വന്നിട്ടുണ്ട്. അവരൊക്കെ യോഗം കൂടാറുള്ളത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് വരുന്ന വഴിയിലുള്ള, ഇന്ന് അവിടെ ഒരു അമ്പലം കാണും, ആ അമ്പലത്തിൻ്റെ അവിടെ വെച്ചാണ്. അത് അവിടെ ഒരു ആൽത്തറയുണ്ട്. ആൽത്തറയിൽ അവിടെ വെച്ചാണ് യോഗം കൂടുക. പബ്ലിക് മീറ്റിങ്സൊക്കെ അന്ന് അവിടെ വെച്ചാണ് കൂടാറുള്ളത്. സമരതീക്ഷ്ണമായ ഇന്നലകൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്ര സത്യങ്ങളെ പുണർന്ന പുണ്യഭൂമിയാണ് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനം. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് അവിടെ പട്ടിണിപ്പുരയുണ്ടായിരുന്നു. ഗാന്ധിജി നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശക്തൻ തമ്പുരാൻ പട്ടിണിപ്പുര സ്ഥാപിച്ച് ആ പട്ടിണിപ്പുരയിൽ കൊച്ചിരാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രജയ്ക്ക് പരാതിയുണ്ടായാൽ അദ്ദേഹം വടക്കേച്ചിറയിൽ കുളിച്ചീറനോടുകൂടി വന്ന് പരാതി പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ പരാതി പരിഹരിച്ചു കൊടുത്തിരുന്നു. ആ പട്ടിണിപ്പുര നിർഭാഗ്യവശാൽ അവിടെ നിന്നും പൊളിച്ചു മാറ്റപ്പെട്ടു. 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ 2ആയി വിഭജിക്കുകയും ഡൽഹി തലസ്ഥാനം കൽക്കട്ടയിലേക്ക് മാറ്റുകയും ചെയ്തതിന് ശേഷം 1911 ഡിസംബർ 12-ാം തീയതി 565 നാട്ടുരാജാക്കന്മാരുടെ ദർബാർ അന്നത്തെ ജോർജ് അഞ്ചാമൻ വിളിച്ചുകൂട്ടി. ആ ദർബാറിൻ്റെ ഓർമ്മ പുതുക്കുന്നതാണ് മണികണ്ഠനാൽ തറയിൽ ഇപ്പോൾ നിൽക്കുന്ന ആ സ്തൂപം. ആ സ്തൂപം പൊളിച്ചു മാറ്റപ്പെട്ടിട്ടില്ല. 1942 ഡീറ്റൻഷനെതിരെ കമലാ നമ്പീശനും കുറുപ്പത്ത് ലക്ഷ്മിയും നയിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രകടനം ആരംഭിച്ചത് വിദ്യാർത്ഥി കോർണറിൻ്റെ മുന്നിൽ നിന്നായിരുന്നു. അങ്ങനെ 42 മുതൽ ആ പ്രസംഗപീഠം വിദ്യാർത്ഥി കോർണർ എന്നറിയപ്പെട്ടു.
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തേക്കിൻകാടിൽ പ്രസംഗിച്ചപ്പോൾ നെഹ്റു മണ്ഡപം ഉടലെടുത്തു. ഇതെല്ലാം സ്മാരകങ്ങളാണ്. തൃശ്ശൂരിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഏറ്റവും ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് 1920-ലാണ്. 1920 ഇതേ മൈതാനിയിൽ ഏകദേശം ഇതിന് തൊട്ടടുത്ത് വെച്ച് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായ സരോജിനി നായിഡു തൻ്റെ കവിത തുളുമ്പുന്ന ഭാഷയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനം നടത്തിയത് മുതലാണ് തൃശ്ശൂരിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ധ്വനികൾ മുഴുവൻ മുഴങ്ങുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ ഇത്രയും കാലം ബ്രിട്ടൻ്റെ കീഴിൽ അടിമയായി ജീവിച്ചു എന്നുള്ളതാണ്. എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില? ഈ രണ്ട് വിഷയങ്ങളാണ് അന്ന് സരോജിനി നായിഡു ഇവിടെ സംസാരിച്ചത്. തേക്കിൻകാട് മൈതാനിയായിരുന്നു അന്ന് തൃശ്ശൂരിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ മുഴുവൻ സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം. ഇവിടെയാണ് ദേശീയ നേതാക്കൾ മുഴുവൻ അക്കാലത്ത് കേരളത്തിൽ പര്യടനം നടത്തുമ്പോൾ തൃശ്ശൂരിൽ വരുമ്പോൾ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം. അവിടെ തന്നെ മണികണ്ഠനാൽത്തറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. ആ ആൽത്തറയ്ക്ക് മേലെ കയറി നിന്നുകൊണ്ടാണ് നേതാക്കൾ പ്രഭാഷണം നടത്തുകയും മൈതാനത്ത് അച്ചടക്കത്തോടുകൂടി ജനങ്ങളത് ശ്രവിക്കുകയും ചെയ്ത ഒരു കാലം. തൃശ്ശൂരിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും പൊതുപ്രവർത്തകരും നേതാക്കളും തൃശ്ശൂരിൽ തമ്പടിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. സ്വാതന്ത്ര്യ സമരം കാലത്ത് പ്രജാമണ്ഡലമായിരുന്നു. കൊച്ചി രാജ്യത്തൊക്കെ നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡയറക്റ്റായിട്ട് ഇടപെടേണ്ടെന്ന് മഹാത്മാഗാന്ധിജിയുടെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് പ്രജാമണ്ഡലം ആയിരുന്നു കൊച്ചി രാജ്യത്തെ ഒരു പ്രധാന മൂവ്മെൻറ്റ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു നാട്ടുരാജ്യക്കന്മാരെ സപ്പോർട്ടും കൂടി സ്വാതന്ത്ര്യ സമരത്തിന് കിട്ടുന്നതിൻ്റെ വെളിച്ചത്തിലാണ് കോൺഗ്രസ് ആദ്യമുള്ള ആൾക്കാരൊക്കെ കോൺഗ്രസ്സിൽ നിന്ന് മാറിയിട്ട് പ്രജാമണ്ഡലത്തിൽ ലയിച്ചു. അങ്ങനെയാണ് പ്രജാമണ്ഡലത്തിൻ്റെ ഫോർമേഷൻ. ആ പ്രജാമണ്ഡലത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ഇവിടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ വലിയ സമരങ്ങളൊക്കെ നടന്നത്. വിദ്യാർത്ഥി കോർണറിൽ അവിടെ ചില പ്രസംഗങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ആറാം മനസ്സിലാത്ത പിന്നെ അവിടെ വന്നിട്ട് തന്നെ വിദ്യാർത്ഥി കോർണറിൽ അവിടെ തന്നെ നെഹ്റു എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ അവിടെ ആ ഏരിയയിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഇതിലേക്ക് എന്നെ വഴി തെളിയിച്ചത് എൻ്റെ അധ്യാപകരും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടും ഇങ്ങനെയുള്ള തൃശ്ശൂരിലത്തെ ഈ പ്രസംഗങ്ങളും പിന്നെ ഡൽഹിയിൽ പോലുള്ള അനുഭവങ്ങളും ഇതൊക്കെയാണ്. വിദ്യാർത്ഥി കോർണറിൽ അദ്ദേഹം വന്ന് സംസാരിക്കുന്ന കാര്യം ഇവരെ കുട്ടിക്കാലത്ത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും മറ്റു വ്യക്തികളൊക്കെ കൂടി അന്ന് അദ്ദേഹത്തിനെ കാണിക്കാൻ കൊണ്ടുവല് ആ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഗാന്ധിജിക്ക് അന്ന് 4 തോർത്തുകൾ അവിടെ തന്നെ നെയ്ത, അവരുടെ കോലൂർ തന്നെ നെയ്ത തോർത്തുകൾ സമ്മാനിക്കുകയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധിയുമായിട്ടുള്ള ഓർമ്മകൾ പറയുമ്പോൾ തന്നെ അതേപോലെ തൃശ്ശൂർ വന്നിട്ട് തേക്കിൻകാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അമ്മയ്ക്ക് പ്രത്യേക ഒരു വികാരമാണ്. എനിക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് തൃശ്ശൂരുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, തേക്കിൻകാട് മൈതാനത്തും അതിൻ്റെ ഒരു ഭാഗമായ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ആറന്മനക്കിലത്തിൽ കൂടി. അതായത് അതുപോലെ തന്നെ VR കൃഷ്ണചന്ദ്രൻ പോലെയുള്ള പ്രഗത്ഭന്മാരായുള്ള ദേശീയ ഉൾക്കൊള്ളിലോട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച്, അതുപോലെ തന്നെ ശങ്കരൻകുട്ടി എഴുത്തച്ഛൻ, PR ബാലൻ മാസ്റ്റർ, അതുപോലെ തന്നെ അവരൊക്കെ ഞാൻ കുന്നംകുളത്ത് മത്സരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിട്ട് വന്ന ഒരു സാഹചര്യം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുക്കുക. അപ്പോൾ അവരൊക്കെയാണ് MN നായർ. അദ്ദേഹം സ്ഥിരമായിട്ട് സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുമ്പോൾ അദ്ദേഹം തേക്കിൻകാട് മൈതാനത്തിൽ ആ ദിവസം കാലത്ത് വരുന്നതും അതിനോടൊപ്പം ഞങ്ങളൊക്കെ ഇരിക്കുമ്പോഴും അപ്പോൾ ആ ചിന്തകളെക്കുറിച്ച്, അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായി
ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് ധാരാളം പറഞ്ഞു തരുന്ന ഇത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ കൊല്ലങ്ങളോളം പതിവായിട്ട് സ്വാതന്ത്ര്യ സമരത്തിനും റിപ്പബ്ലിക് ഡേ ദിനത്തിനും അവിടെ പങ്കെടുക്കാറുണ്ട്. വിദ്യാർത്ഥി കോർണറിന് മുമ്പ് ഉണ്ടായത് ലേബർ കോർണറായിരുന്നു. അത് പിന്നീട് അപ്രധാനമായി പോയി. മീറ്റിങ്സൊക്കെ ഒരു മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. വിദ്യാർത്ഥി കോർണർ മാത്രം അത് നിലനിന്നു. അതിപ്പോൾ പല യോഗങ്ങൾക്കും അതാ ഉപയോഗിക്കുക. സ്വാതന്ത്ര്യദിനം അവിടെ വെച്ചാൽ നടത്തുക, മറ്റ് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ അവിടെ വെച്ചാൽ നടത്തുക. പണ്ട് ജവഹർലാൽ നെഹ്റു ഇലക്ഷൻ കാലങ്ങളുടെ അവിടെ വന്ന കാലത്ത് ഉണ്ടായ ഇലക്ഷൻ അവിടെ വെച്ചിട്ടാണ് നടത്തിയുള്ളത്. അങ്ങനെ തൃശ്ശൂരിൻ്റെ യോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി തീർന്നു. അത് 1942 ഈ ക്വിറ്റ് ഇന്ത്യയുടെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. ആ കാലത്താണ് അതിന് ഏറ്റവും ശക്തി പ്രാപിച്ചത് വിദ്യാർത്ഥികാരുടെ. 1921 വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരം തെക്കേ ഗോപുരമടയിൽ പൂവത്തിങ്കൽ സെബാസ്റ്റ്യനും VR കൃഷ്ണയെഴുത്തച്ഛനും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും കൂടി നടത്തി. അതേ 1921 തന്നെ തൃശ്ശൂരിൽ ലഹള നടന്നു. ആ 1921 ഫെബ്രുവരി 20 നടന്ന തൃശ്ശൂർ ലഹള ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ ഒരു വർഗീയ കലാപത്തിന് വഴിമരുന്നിടുന്ന ഒരു സമരമായിരുന്നു. ആ സമരത്തിന് AR മേനോനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്ത് അത് ഒത്തുതീർപ്പാക്കുകയുണ്ടായി. 1936 ചരിത്ര പ്രസിദ്ധമായ ഇലക്ട്രിസിറ്റി സമരം മണികണ്ഠനാൽ തറയിൽ നടക്കുന്നത്. തൃശ്ശൂർ മുനിസിപ്പാലിറ്റിക്ക് ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനവും വിതരണവും ഉണ്ടായിരുന്നു. അത് അന്നത്തെ ദിവാനായിരുന്ന ഷൺമുഖൻ ചെട്ടി മദ്രാസിലെ ഒരു കമ്പനിക്ക് കൈമാറിയപ്പോൾ തൃശ്ശൂർ പൗരാവലി അതിനെതിരെ ശക്തമായ സമരം ആരംഭിച്ചു. അഡ്വക്കേറ്റ് CR യൂണിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേർ അന്ന് മണികണ്ഠനാൽ തറയിൽ തടിച്ചുകൂടി. 1921 മലബാറിൽ മലബാർ കലാപം, തൃശ്ശൂരിൽ മറ്റൊരു കലാപം. C രാജഗോപാലാചാരി തൃശ്ശൂരിൽ വന്ന് ഈ വിദ്യാർത്ഥി കോർണറിൻ്റെ നേരെ എതിർഭാഗത്ത് നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ MA ചാക്കോയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം, ആ സംഘം വന്ന ആ യോഗത്തിൽ കല്ലേറ് നടത്തുകയും രാജഗോപാലാചാരിക്ക് ഒരു കല്ല് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും മറ്റൊരു കല്ല് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും കൊള്ളുകയുണ്ടായി. ഈ 2 കല്ലുകളുമായിട്ടാണ് രാജഗോപാലാചാരി അന്ന് ദിവാനെ കാണാൻ പോകുന്നത്. എന്നിട്ട് രാജഗോപാലാചാരി ദിവാനോട് പറയുന്നു, ഈ കല്ലുകൾ ഈ തൃശ്ശൂരിൻ്റെ സ്മരണയായി ഞാൻ ജീവിതാന്ത്യം വരെ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കും എന്ന് പറയുണ്ടായി. അന്ന് മുതലാണ് ഇവിടെ ആ സമരത്തിന് ശേഷമാണ് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുന്നത്. തൃശ്ശൂരിലെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും വർഗീയ കലാപം. ഒടുവിൽ ബ്രിട്ടീഷ് സർക്കാരിന് തന്നെ തങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ ഒതുക്കി നിർത്തി ആ വലിയ വിപത്തിൽ നിന്ന് തൃശ്ശൂർ നഗരത്തെ രക്ഷിക്കേണ്ടതായിട്ടുള്ള ബാധ്യതയുണ്ടായി. ആ രംഗം നടന്നതും ആ രംഗത്തിൻ്റെ മുഴുവൻ നാടകങ്ങൾ ആരംഭിച്ചതും അവസാനിച്ചതുമൊക്കെ ഈ മൈതാനത്തിൽ വെച്ചാണ്. അങ്ങനെ തേക്കിൻകാട് മൈതാനിക്ക് ഒരു പക്ഷേ ഇന്ന് പൂരം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സ്വാതന്ത്ര്യ സമരത്തിലുള്ള അതിൻ്റെ മഹത്തായ സാന്നിധ്യം എന്ന് പറയുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ മൂർധന്യത്തിലെത്തിയ കാലഘട്ടം 1940 മുതൽ 47 വരെയുള്ള കാലഘട്ടമാണ്. അതിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് നടന്ന സമരങ്ങളാണ്. കൊച്ചി പ്രജാമണ്ഡലം എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുകയും ആ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരമുള്ള മുഴുവൻ പ്രക്ഷോഭണ പരിപാടികളിലും പങ്കുചേരുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്നാണ് 150ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് പ്രധാനമായിട്ട് ഇക്കണ്ടവാരുണ്ടായിരുന്നു, പിന്നെ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അച്ഛൻ്റെ സെക്രട്ടറി ആയിരുന്നു പ്രജാമണ്ഡലത്തിൻ്റെ. ഫസ്റ്റ് പ്രസിഡൻ്റായിരുന്ന ആൾ ഒറ്റപ്പാലം ബേസായിട്ട് തിരുവല്ലാമലയുണ്ടായിരുന്ന സ്വാമിയായിരുന്നു ആദ്യത്തെ പ്രസിഡൻറ്റ്. അച്ഛൻ ജനറൽ സെക്രട്ടറി ആയിട്ട് അങ്ങനെയാണ് രൂപീകരണം ഉണ്ടായത്. പിന്നീട് പനമ്പള്ളി ഗോവിന്ദമേനോൻ കൈക്കാരനെല്ലാം പിന്നീട് വന്ന ആൾക്കാരാണ്. 1937 കൊച്ചി ദിവാനായിരുന്ന പരവക്കാട്ട് നാരായണൻ നായരുടെ ചരിത്ര പ്രസിദ്ധമായ ഒരു ഓർഡിനൻസ് വരുന്നത്. അത് തേക്കിൻകാടിൻ്റെ
മതേതര സ്വഭാവം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു അന്നത്തെ ഓർഡിനൻസ്. 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരം അരങ്ങേറിയത് മണികണ്ഠനാൽ തറയിലാണ്. കെ കരുണാകരനെ പോലെയുള്ളവർ ആദ്യമായിട്ട് ജയിൽവാസം അനുഷ്ഠിച്ചത് അന്നാണ്. ആയിരക്കണക്കിന് പേരന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം 47-ലെ മത്തായി മാഞ്ഞൂരാനെ നാട് കടത്തിയപ്പോൾ മണികണ്ഠനാൽ തറയിൽ വൻ ജനക്കൂട്ടം ഉണ്ടാവുകയും അവർ അവിടെ നിന്ന് ചലോ വിയൂർ ജയിൽ എന്ന സമരപരിപാടി ആരംഭിക്കുകയും ചെയ്തു. 1954-ൽ നവാബ് രാജേന്ദ്രൻ്റെ പിതാവായിരുന്ന കുഞ്ഞിരാമൻ പൊതുവാൾ, ജന്മഭൂമി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന അദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് വിദ്യാർത്ഥി കോർണറിൽ നിന്ന് 150 മീറ്റർ അകലെ ഒരു തറ വാടകയ്ക്കെടുത്ത് അവിടെ ദിവസവും നിന്ന് പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം മെഗഫോണിലൂടെ തൃശ്ശൂരിലെ കച്ചവടക്കാരെ, അഴിമതിക്കാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം അദ്ദേഹം വിമർശിച്ചിരുന്നു. അത് പൊതുവാൾ തറ എന്നറിയപ്പെട്ടിരുന്നു. ആ പൊതുവാൾ തറ അവിടെ നിന്നും പൊളിച്ചു മാറ്റപ്പെട്ടു. അതുപോലെ 1971-ലെ ഫാദർ ജോസഫ് വടക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദിവ്യബലി അർപ്പിച്ചത് വിദ്യാർത്ഥി കോർണറിലാണ്. കൊച്ചി സംസ്ഥാനം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള കൊച്ചി സംസ്ഥാനത്ത് പ്രജാമണ്ഡലം ഉണ്ടാകുമ്പോൾ ആ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യകാല നേതാക്കളെല്ലാം തന്നെ തൃശ്ശൂരിൽ നിന്നോ എറണാകുളത്തു നിന്നോ ഉള്ളവരായിരുന്നു. 1941-ൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ആ പൂരത്തിന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ മെഗഫോണിൽ അന്ന് പ്രസംഗിക്കുകയുണ്ടായി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. ഒരേ സമയം ഉത്സവം നടക്കുന്നു, ആ റോഡിൻ്റെ മറുപുറത്ത് അവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടക്കുന്നു. അങ്ങനെ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സംഘർഷപൂർണമായുള്ള ദിനങ്ങൾ മുഴുവൻ ആ 40കൾ മുതൽ സ്വാതന്ത്ര്യം നേടുന്നുള്ള ഒരു കാലഘട്ടമാണ്. 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരക്കാലത്തെ ഏറ്റവും ആദ്യത്തെ പിക്കറ്റിംഗ് തൃശ്ശൂരിലാണ്, തിരുവൊച്ചിയിൽ തൃശ്ശൂരാണ് നടക്കുന്നത്. അന്ന് മണികണ്ഠനാൽ തറയിൽ എസ് നീലകണ്ഠയ്യരെ പ്രസംഗിക്കുന്ന സമയത്താണ് ഒരു വലിയ കല്ലേറുണ്ടാവുന്നത്. ഈ 1931 മുതലുള്ള അതിൻ്റെ സജീവമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നിട്ടുള്ളൊരു കേന്ദ്രം തേക്കിൻകാടും അതിൻ്റെ പരിസരങ്ങളുമാണ്. 1921-ൽ മലബാർ കലാപം ആരംഭിച്ചപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയ ആളുകൾ മുഴുവൻ എത്തിയത് ഇതേ തേക്കിൻകാട്ടിൽ തന്നെയാണ്. 1928-ൽ സൈമൺ കമ്മീഷനെതിരായ സമരമാണ് തൃശ്ശൂരിൽ പ്രധാനമായിട്ട് പൊതുജനങ്ങൾ പങ്കാളിത്തം വഹിക്കുകയും പോലീസ് ഇടപെടുകയും ലാത്തിച്ചാർജ് നടത്തുകയും ഈ ജനങ്ങളെ ജയിലിലടക്കുകയും ചെയ്ത ആദ്യത്തെ തൃശ്ശൂരിലെ പ്രക്ഷോഭണം 1928-ലെ സൈമൺ കമ്മീഷനെതിരായി ദേശീയ തലത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത പ്രക്ഷോഭണമായിരുന്നു. കെ കരുണാകരൻ ഉൾപ്പെടെ സി അച്യുതമേനോൻ തുടങ്ങിയ ഒരുപാട് നേതാക്കളെ അക്കാലത്താണ് ജയിലിലടക്കുകയും ജയിലിൽ അവർ വിയൂർ സെൻട്രൽ ജയിലിൽ അവർ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി യോഗങ്ങൾ ചേരുകയും ബ്രിട്ടീഷ് സർക്കാരിനെതിരായ പ്രമേയങ്ങൾ പാസ്സാക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ തൃശ്ശൂരിൻ്റെ മാത്രം ചരിത്രമാണ്. ഗാന്ധിജി ആദ്യം വരുമ്പോൾ അച്ഛൻ 1930-ലാണെന്ന് തോന്നുന്നുണ്ട്. അച്ഛന് 12 വയസ്സ് 13 വയസ്സൊക്കെ ഉള്ള സമയത്താണ് അന്ന് ഗാന്ധി ആദ്യത്തെ വരവ്. ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഖാദി പ്രസ്ഥാനത്തിൽ എപ്പോഴും വർക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് അച്ഛൻ ഈ ഖാദി പ്രസ്ഥാനത്തിന് ഇവിടെ മൂവ്മെൻറ്റൊക്കെ ഖാദി ഉണ്ടായതും കോൺഗ്രസിൻ്റെ വർക്കിൻ്റെ കൂടെ തന്നെ ഖാദി പ്രസ്ഥാനത്തിലും വളരെ ആക്റ്റീവായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കൃഷിക്കാരുടെയും കൂടി ആവശ്യത്തിനായിട്ട് അവണിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് കർഷകൻ എന്ന് പറഞ്ഞിട്ട് വാരിക. വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്, അത് ഉപേക്ഷിക്കണം. വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം, ഖാദി ഉപയോഗിക്കണം. ഇവിടെ തൃശ്ശൂർ തന്നെ ഒരു ഖാദി സെൻറ്ററൊക്കെ അപ്പോൾ അവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഖാദി വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇവരുടെ പ്രചോദനങ്ങളും ഗാന്ധിജി ഖാദിക്ക് കൊടുത്ത വലിപ്പമുണ്ടല്ലോ മാഹാത്മ്യം. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഈ ഖാദിയിലേക്ക് ഈ പരുപരുക്കൻ ഖാദിയിലേക്ക് ഞാൻ കടന്നു ചെന്നത് 1927 അന്ന് ഒക്ടോബർ 14 മറ്റേ വിവേകോദയം സ്കൂളിൽ കുട്ടികൾക്കായിട്ട് ഒരു ചർക്കയിൽ നൂലുനൂൽക്കൽ മത്സരം ഉണ്ടായി. അന്ന് ചർക്കയിൽ നൂലുനൂൽക്കൽ മത്സരത്തിൽ കുട്ടികളുടെ ഒന്നാം സമ്മാനം നേടിയത് അമ്മയായിരുന്നു. അന്നത്തെ ആ ഒരു സന്തോഷം, കാരണം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ സമ്മാനങ്ങൾ വാങ്ങി, ദേശഭക്തി ഗാനങ്ങളടങ്ങിയ കുറേ പുസ്തകങ്ങൾ, അതേപോലെ തക്കിളിയൊക്കെയാണ് അന്ന് സമ്മാനമായിട്ട് അമ്മയ്ക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് ഗാന്ധിജിയുമായിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നേരിൽ കാണാനായിട്ട് സാധിക്കുക, അദ്ദേഹത്തിനെ നേരിൽ കാണാനായിട്ട് സാധിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ അയവർക്കാറുണ്ട്.
ഗാന്ധിജി 3 പ്രാവശ്യം പ്രസംഗിച്ച സ്ഥലമാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം. രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു, അതുപോലെ തന്നെ സി രാജഗോപാലാചാരി തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരും മണികണ്ഠനാൽ തറയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ 75 വർഷമായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സ്മാരകം പോലും തേക്കിൻകാട് മൈതാനിയിൽ ഉയർന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. 1925 ആദ്യമായിട്ട് മഹാത്മാഗാന്ധി തൃശ്ശൂരിൽ വരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ വരുമ്പോൾ ഇന്ന് നമ്മളിവിടെ കാണുന്ന മണികണ്ഠനാൽ എന്ന് പറയുന്ന ആ ആൽത്തറയിൽ ഒരു വെളുത്ത ഖാദി ധരിച്ചൊരു തുണിയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ആയിരക്കണക്കായിട്ടുള്ള ആളുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. അന്ന് മൈക്കുകളില്ലായിരുന്നു, മെഗഫോണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മെഗഫോണിലാണ് ഗാന്ധിജി ഈ കേരളത്തിൻ്റെ വളരെ അസ്പർശ്യതയുള്ള സംവിധായ ഘടനയെക്കുറിച്ച് വളരെയധികം വികാരം കൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ആളുകളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ യത്നിക്കണമെന്നൊരു ആഹ്വാനത്തോടു കൂടിയാണ് അന്ന് മഹാത്മാഗാന്ധിയുടെ പ്രസംഗം അവസാനിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്താത്ത, നാം ആരും കേട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഗാന്ധിജിയുമായും CF ആൻഡ്രൂസുമായും സി രാജഗോപാലാചാരിയുമായും പണ്ഡിറ്റ് നെഹ്റുവുമായും മോത്തിലാൽ നെഹ്റുവുമായിട്ട് ഏറ്റവും ആത്മബന്ധമുള്ളൊരു വ്യക്തിയായിരുന്നു പൂവത്തിങ്കൽ PW സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ ഓലക്കുടയുടെ കീഴിൽ വന്നാണ് ഗാന്ധിജി ഇവിടെ നിന്ന് പ്രസംഗിച്ചത്. അന്ന് അദ്ദേഹം ഹരിജനോദ്ധാരണം എന്ന വിഷയമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി, ഒരു തീമായിട്ട് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിൽ പിൽക്കാലത്തുണ്ടായ തൃശ്ശൂരിൽ നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ നേതാക്കൾ മുഴുവൻ, അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളാണെങ്കിലും, അവരുടെ മുഴുവൻ പൊതുപ്രവർത്തനം തുടങ്ങി വയ്ക്കുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭണങ്ങളുടെ കാലത്ത് നിന്നാണ്. അങ്ങനെ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ സംഭാവന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരെ മുഴുവൻ സംഭാവന ചെയ്തിട്ടുള്ളത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരകാലമായിരുന്നു എന്നും അവരുടെ മുഴുവൻ ആസ്ഥാനമായി വർത്തിച്ചു വരുന്നത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനമാണെന്നും കാണാൻ കഴിയും. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാവണം സ്വാതന്ത്ര്യത്തിൻ്റെ ജൂബിലി വർഷത്തിൽ തേക്കിൻകാട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് ഡൽഹിക്ക് കൊണ്ടുപോയ ഒരു ചരിത്ര സംഭവം കൂടി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ പത്രമാരണ നിയമം എന്ന് പറഞ്ഞിട്ട് നിയമം ഗവൺമെൻറ് കൊച്ചി രാജ്യത്ത് ഇറക്കി. അത് പ്രത്യേകിച്ചും ഈ ദീനബന്ധുവിനെ ഉപദ്രവിക്കാനായിട്ട് ഉണ്ടാക്കിയൊരു പത്രമാരണ നിയമമായിരുന്നു. എത്ര അധികം ഗവൺമെൻറ്റിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യാതെ കണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അച്ഛൻ്റെ വിമർശനങ്ങൾ പോലുണ്ടായിട്ടുള്ളത്. അപ്പോൾ കൊച്ചി രാജ്യത്തെ ദിവാനും അവർക്കെല്ലാവർക്കും തലവേദനയായിരുന്നത് അച്ഛൻ്റെ വളരെ ഫിയേഴ്സായിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരുന്നു. നമ്മുടെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശം ഏറ്റെടുക്കാനും പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള പ്രാപ്തി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യദിന ഓർമ്മകൾ നമുക്കതിന് ഉപകാരപ്രദമായി തീരട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയും എല്ലാവർക്കും നന്മ നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയും ചെയ്യാം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സമൃദ്ധ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒത്തുചേർന്ന ഒരു ഇടം കൂടിയാണ് തേക്കിൻകാട് മൈതാനം. അവിടെ നിന്ന് ഏറെ തലമുറകൾ പിന്നിടുമ്പോഴും ഇന്നും സ്വാതന്ത്ര്യദിന പരേഡുകളും അതിൻ്റെ റാലിയുടെ സമാപനവും തേക്കിൻകാട് മൈതാനം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും വിശാലാർത്ഥങ്ങളുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന സംസ്കാരത്തിൻ്റെ അടയാളമായി തന്നെ ഇന്നും ഈ മൈതാനം തുടരുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ദേശാഭിമാന ബോധത്തെ ഇടുങ്ങിയ ഇടങ്ങളിലേക്ക് ചുരുക്കിക്കെട്ടാതെ എല്ലാ അർത്ഥത്തിലും വിശാലമായി ഉൾക്കൊണ്ടുകൊണ്ട് അതങ്ങനെ പരന്നു കിടക്കുക തന്നെയാണ്. ഈ മൈതാനത്ത് നിന്നാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ഈ മൈതാനത്താണ് ആൺപെൺ വ്യത്യാസമില്ലാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരവധി പേരുടെ ചോര ചിന്തപ്പെട്ടത്, നിരവധി പേരുടെ വിയർപ്പൊഴുകി വീണത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ജനതയാകെ നടത്തിയ സമരത്തിൻ്റെ
ചോരയും വിയർപ്പും ഉപ്പും ചേർന്ന മണ്ണാണ് അക്ഷരാർത്ഥത്തിൽ ഈ നാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ തെക്കേ ഗോപുരനട തേക്കിൻകാട് മൈതാനം. തീർച്ചയായും തേക്കിൻകാട് മൈതാനം പുതിയ കാലത്തെ ചെറുപ്പക്കാരോട് പറയുന്ന ഏറ്റവും അഭിമാനകരമായ കാര്യം, ഏറ്റവും പ്രഖ്യാപിതമായ കാര്യം, സ്വാതന്ത്ര്യം ഇന്നലകളിൽ വെറുതെ ഉണ്ടായതല്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അവൻ്റെ നാട്ടിലേക്ക് പലായനം ചെയ്യിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഈ നാടിനെ ഒരു മനുഷ്യനെ പോലെ കണ്ട് നടത്തി എത്രയോ സമുജ്വലമായ സമരങ്ങളുടെ വേദിയായി മാറിയ ഈ പ്രസ്ഥാനം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അമൂല്യമായ ഈ സ്വാതന്ത്ര്യം നമുക്ക് ഉയർത്തിപ്പിടിക്കണം. സ്വാതന്ത്ര്യവും ഭരണഘടനയും നൽകിയ അർത്ഥതലങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് ആ വലിയ സമരങ്ങളുടെ സമുജ്വലമായ പാരമ്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഊഷ്മളമായ ചരിത്രഭൂമിയിൽ വീണ്ടും വീണ്ടും നടക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരാണ് നാം എന്ന് തിരിച്ചറിയണം.